നമ്മൾ പുറത്തെ ശത്രുക്കളെക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ളിലെ ശത്രുവിനാണ്. അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതും അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കേണ്ടതും അതിനാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ ശത്രുക്കൾ ബാഹ്യ ശത്രുക്കളെക്കാളും അപകടകാരികളാണ്. കാരണം അകത്തെ ശത്രുക്കളായ ക്രോധം, അഹങ്കാരം, അസൂയ മുതലായവയൊക്കെയാണ്. നമ്മളുടെ ശത്രുക്കളെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ നമ്മൾ അതിനെയാണ് ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെയാണ് നമ്മളെപ്പോഴും ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ സുഹൃത്തും ശത്രുവും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലും പുറത്തും നമുക്ക് ശത്രുവും മിത്രവും ഉണ്ടാകാം. എന്നാൽ അവയെ അങ്ങനെ ആക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ധർമ്മത്തിൻ്റെ ഈശ്വരൻ്റെയും പാതയിൽ മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ മനസ്സ് നമ്മെ സഹായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആന്തരിക സുഹൃത്താണ്. മനസ്സ് നമ്മെ ധർമ്മത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുന്നെങ്കിൽ അത് നമ്മുടെ ആന്തരിക ശത്രുവുമാണ്. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പ്രധാനമായി നയിക്കുന്നത് നല്ലതോ ചീത്തയായ സൂക്ഷ്മമായ വാസനകളാണ്. നമുക്കുണ്ടാക്കാവുന്ന ബാഹ്യമായ ശത്രുക്കൾ ചിലപ്പോൾ ആത്മീയ പാതയിൽ അത് സഹായമായി തീരും. പലരും അമ്മയടുത്ത് തന്നെ വരുമല്ല, വീട്ടിൽ അതിർത്തി വഴക്കാം. അപ്പോൾ ഒരു വെട്ട് തീ വെച്ച് അധികം കൊണ്ട് ഇല്ല, ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ തല്ലും, അമ്മേ ഈ പേടിയാണോ, ഉറക്കം വരുന്നില്ല, ഞങ്ങൾക്കവിടെ ജീവിക്കാൻ വയ്യ. അങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസം അങ്ങനെ വന്ന് പിന്നെ അത്യാവശ്യം മനസ്സിലാക്കി തിരിച്ച് പിന്നെ ആശ്രമത്തിൽ വന്ന് ജോലിയും ചെയ്ത് ആധ്യാത്മബാധ ഇടുന്നവരുണ്ട്. അപ്പോൾ ഈ ശത്രു കാരണമാണ് ഇവിടെ വരാൻ സാധിച്ചതും. അവർ ആത്മീയ സാധനം അനുഷ്ഠിച്ചുകൊണ്ട് ശാന്തപൂർവ്വം ജീവിതം അവർക്ക് നയിക്കാൻ സാധിച്ചു. അമ്മയോട് തന്നെ ഒന്ന് പറയാനുണ്ട് പല മക്കളും. ഇന്ന് ശുദ്ധം നാളെ ദുഷ്ടനാകാം, ഇന്ന് നാളെ ശത്രുവാകാം. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ ബാഹ്യമായ ശത്രു തന്നെ സുഹൃത്തും സഹായമായ ഒരു ആപത്ത് സമയത്ത് മാറാം. പലരുടെയും അമ്മ കണ്ടിട്ടുണ്ട്. പലരും എന്ന് പറയാം, അമ്മ അവർ വലിയ ശത്രുയ, നമ്മളോട് ഭയങ്കര പ്രതികാരം പോലാണ്, ശത്രുവാണ്, നമ്മളെ കണ്ണീരിട്ട് കണ്ടുകൊണ്ട് അവർ വല്ലാത്ത രീതിയിൽ നമ്മൾ കാണിക്കുന്നവരാണ്, തിരിഞ്ഞു പോലും നമ്മൾ നോക്കത്തില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനിങ്ങനെ ഉണ്ടായ സമയത്ത് അവർ ഓടി വന്ന് കാറെടുത്തു അവരുടെ കാറിൽ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യാൻ സഹായിച്ചമ്മേ. ആ സമയത്ത് എന്നെ സഹായിച്ചപ്പോൾ എനിക്കവർക്ക് എന്തൊരു അടിമ ചെയ്യാനോ എനിക്ക് അവരോട് സഹായിക്കണമെന്ന് തോന്നി. എങ്ങനെയെങ്കിലും അവരോടൊരു കടമയായി പോകുന്ന പോലായി. പിന്നെ ആ ശത്രു പിന്നെ അവസാനം മിത്രമായി. ചില മക്കളും അമ്മയടുത്ത് വന്നിങ്ങനെ പറയാറുണ്ട്. അപ്പം ഒന്നിനെയും മുൻവിധി വെച്ചൊരു നീങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തെ ശത്രുക്കളെക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ളിലെ ശത്രുവിനാണ്. അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതും അതിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കേണ്ടതും അതിനാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ ശത്രുക്കൾ ബാഹ്യ ശത്രുക്കളെക്കാളും അപകടകാരികളാണ്. കാരണം അകത്തെ ശത്രുക്കളായ ക്രോധം, അഹങ്കാരം, അസൂയ മുതലായവയൊക്കെയാണ്. ബാഹ്യ ശത്രുക്കളെ അപേക്ഷിച്ച് ഇതൊക്കെ വളരെ അധികം ശക്തരാണ്. നമ്മുടെ ജീവിതം അത്യന്തം ദുസ്സഹമാക്കാൻ അവയ്ക്ക് സാധിക്കും. മാത്രമല്ല അവയുടെ സ്വാധീനത്താൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കാൻ നമുക്ക് അനേക ജന്മങ്ങൾ വേണ്ടിവരികയും ചെയ്യുമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന് എന്താ പറ്റിയത്? വെള്ളം ദാഹിച്ച് ചെന്ന് ചോദിച്ചപ്പോൾ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ വെള്ളം എടുത്ത് കൊടുത്തില്ല. അപ്പോൾ ദേഷ്യം കയറിയിട്ടാണ് ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടത്. അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ വന്നിട്ട് അദ്ദേഹത്തെ ശപിക്കുന്നത്. ശ്രദ്ധിച്ചെങ്കിൽ അയാൾ ധ്യാനിക്കുകയാണ്, ക്ഷമയില്ലാതെ പോയി. അത് പിന്നെ ഇവിടത്തേക്ക് കൊണ്ട് എത്തിച്ച് പരീക്ഷത്തിനെ. നമ്മളുടെ ശത്രുക്കളെയാണ് നമ്മൾ നശിപ്പിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ നമ്മൾ അതിനെയാണ് ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെയാണ് നമ്മളെപ്പോഴും ലാളിച്ചുകൊണ്ടിരിക്കുന്നത്.